Hello guys, guten Tag. Welcome back to our channel Easy German Hub, where you can learn German simply and effectively. നമുക്കറിയാമല്ലോ, ജർമ്മൻ ഭാഷയിൽ 4 ഗ്രമാറ്റിക്കൽ കേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോമിനാറ്റീവ്, ദ നെക്സ്റ്റ് അക്യൂസാറ്റീവ്, നെക്സ്റ്റ് ഡാറ്റീവ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഗെനിറ്റീവ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യൂസാറ്റീവ് കേസാണ്. നമ്മൾ നോമിനാറ്റീവ് കേസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോമിനാറ്റീവ് കേസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നോമിനാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് അക്യൂസാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൽ ഡയറക്റ്റായി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ കേസിനെയാണ് നമ്മൾ അക്യൂസാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തിങ് ആയിരിക്കും. ഇതാണ് അക്യൂസാറ്റീവ് കേസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കോണ്ടൻസ് ഇവയൊക്കെയാണ്. വാട്ട് ഈസ് അക്യൂസാറ്റീവ്? അക്യൂസാറ്റീവ് കേസ് എന്താണെന്നും എങ്ങനെ അക്യൂസാറ്റീവ് കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും, അക്യൂസാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു, അത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നതും, ഇനി അക്യൂസാറ്റീവ് പ്രപ്പോസിഷൻസും ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അക്യൂസാറ്റീവ് കേസിലാണ് ഉൾപ്പെടുത്തുന്നത്. അക്യൂസാറ്റീവ് വെർബ്സും ആർട്ടിക്കിൾസ് ഇൻ അക്യൂസാറ്റീവും പൊസസീവ് പ്രൊനൗൺസും പേഴ്സണൽ പ്രൊനൗൺസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു സെൻറ്റൻസിലൂടെ തന്നെ അക്യൂസാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന സെൻറ്റൻസ് മരിയ ഹാറ്റ് einen ഹൂണ്ട്, മരിയ ഹാസ് എ ഡോഗ്. ഇതിലെ സബ്ജക്റ്റാണ് മരിയ. സബ്ജക്റ്റ് എന്താണ്? നോമിനാറ്റീവ് കേസാണ്. ഇതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് einen ഹൂണ്ട് ആണ്. അപ്പോൾ അതാണ് ഇതിലെ അക്യൂസാറ്റീവ് കേസായിട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നോമിനാറ്റീവ് കേസ്, അതായത് സബ്ജക്റ്റിലായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സബ്ജക്റ്റാണ് വെർബ് കോഞ്ചുഗേഷൻ്റെ ബേസ്. സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബുകൾ നമ്മൾ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിൽ മരിയയ്ക്കൊരു ഡോഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചൈൽഡ് മരിയയാണ് അവിടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ സെക്കൻഡ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റാണ് ഡോഗ്. അപ്പോൾ ഇവിടെ അക്യൂസാറ്റീവ് കേസ് എന്ന് പറയുന്നത് ഡോഗാണ്. നമുക്ക് ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അത് അക്യൂസാറ്റീവ് കേസിൽ ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ഒന്നാമതായി അതിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മൾ നോമിനാറ്റീവ് കേസിൽ പഠിച്ച പോലെ നോമിനാറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞ പോലെ അക്യൂസാറ്റീവ് ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ട്. ഈ വെർബ്സ് ഉപയോഗിക്കുന്ന സെൻറ്റൻസും അക്യൂസാറ്റീവ് കേസ് ആയിരിക്കും. ഈ സെൻറ്റൻസിൽ മരിയ ഹാറ്റ് einen ഹൂണ്ട്. ഇൻ ദിസ് സെൻറ്റൻസ് ഹാറ്റ് ഈസ് കോഞ്ചുഗേറ്റഡ് ബൈ മരിയ. ഹാബൻ എന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ എർസിയസ് കോഞ്ചുഗേഷനാണ് ഹാറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. Wir kaufen ein Auto. We are buying a car. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, അതായത് നോമിനാറ്റീവ് കേസാണ് വിയർ. ഒബ്ജക്റ്റ് അക്യൂസാറ്റീവ് കേസായിട്ട് വരുന്നത് ein Auto ആണ്. ഇനി നമുക്ക് അക്യൂസാറ്റീവ് കേസിലെ ഒബ്ജക്റ്റ് എന്താണ് എന്ന് കൂടുതലായി മനസ്സിലാക്കാം. അക്യൂസാറ്റീവ് കേസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്, പേഴ്സോൺ ഓർഡർ സാഹേ ആയിരിക്കും. ഇത് സിംഗുലാർ അല്ലെങ്കിൽ പ്ലൂറാൽ ഫോമിലായിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. സപ്പോസ് ഇപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ സെൻറ്റൻസ് നോക്കുക. വെൻ ലീവ്ഡ് നിമ, വോം ഡസ് നിമ ലവ്. ഈ സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അക്യൂസാറ്റീവ് കേസിൽ ഒരു പേഴ്സൺ ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെൻ, അതായത് വു എന്നായിരിക്കും. അക്യൂസാറ്റീവ് കേസിൽ ഉപയോഗിക്കുന്ന 2 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വെൻ ഓർഡർ വാസ്, വു ഓർ വാട്ട്. വെൻ എന്ന ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ഈ ക്വസ്റ്റ്യന് വരുന്ന ആൻസറാണ് നിമ ലീവ്ഡ് ഇയറൻ മൻ. ഇതിൽ നിമ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ടും ഇയറം മൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടുമാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വരുന്ന സെൻറ്റൻസും അതിൻ്റെ ആൻസറായിട്ട് വരുന്നതും അക്യൂസാറ്റീവ് കേസിൽ പെടുന്നതായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർ തിങ്സ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് വാസ് ഹാസ് ടു ഡു, വാട്ട് ഡു യു ഹാവ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഒരു പേഴ്സൺ ആണ് അക്യൂസാറ്റീവ് കേസിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ വെൻ എന്നും,
ഒരു തിങ് സാഹയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് മെയിനായിട്ട് വരുന്നത് വാസ്, അതായത് വാട്ട് എന്നുമായിരിക്കും. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇഷ് ഹാബെ ഐൻ ഔട്ടോ, ഐ ഹാവ് എ കാർ. ഇതിൽ ഇഷ് എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ടും ഐൻ ഔട്ടോ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റായിട്ടും വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വെൻ ഓർഡർ വാസ് എന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് നമുക്ക് അക്യുസാറ്റീവ് കേസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെൻ ഡു വി യൂസ് ദ അക്യുസാറ്റീവ് കേസ്. വാൻ ബെനൂറ്റ്സ്റ്റ് മൻ ദെൻ അക്യുസാറ്റീവ്. ദ ഫസ്റ്റ് വൺ ഈസ് നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്ഷൻ വെർബ്. അക്യുസാറ്റീവ് വെർബ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അക്യുസാറ്റീവ് കേസ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇഷ് എസ് ഐനൻ ആപ്പിൾ, ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇഷ്, ദ പേഴ്സൺ ഡൂയിങ് ദ ആക്ഷൻ. വെർബായിട്ട് വരുന്നത് എസ്, അതായത് ഈറ്റ്. ദ നെക്സ്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐനൻ ആപ്പിൾ, ആൻ ആപ്പിൾ. ഇനി ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിലൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, അക്യുസാറ്റീവ് കേസ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇഷ് ലീബെ മൈനെ ഫാമിലിയെ, ഐ ലവ് മൈ ഫാമിലി. ഇതിലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, ഇഷ്, ദ പേഴ്സൺ ഡൂയിങ് ദ ആക്ഷൻ. ഇതിലെ വെർബായിട്ട് വരുന്നത് ലീബെ, ലീബൻ, ടു ലവ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ്, മൈനെ ഫാമിലിയെ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വിത്ത് അക്യുസാറ്റീവ് പ്രപ്പോസിഷനൻ, അതായത് വിത്ത് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ്. അക്യുസാറ്റീവ് കേസിൽ മാത്രം ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് നമുക്ക് പഠിക്കാം. ഈ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് എന്തായിരിക്കും, അക്യുസാറ്റീവ് കേസ് ആയിരിക്കും. ഇനി ഈ പ്രപ്പോസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? Prepositions are small words that shows the relationship between the things in a sentence, like place, time, direction or a cause. അതായത് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ചെറിയ വാക്കുകളാണ് എന്ത്, പ്രിപ്പോസിഷൻസ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ഇഷ് ഹാബെ ഐനെ ടാഷെ ഫ്യോർ മൈനൻ ബ്രൂഡർ, ഐ ഹാവ് എ ബാഗ് ഫോർ മൈ ബ്രദർ. ഇതിലെ സബ്ജക്റ്റ് നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത് ഇഷ് ആണ്. അതിനെ ടാഷെ ആണ് ഇതിലെ അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിലെ പ്രപ്പോസിഷൻ, അതായത് റിലേഷൻ കാണിക്കുന്ന ഒബ്ജക്റ്റ് ആണ് മൈനൻ ബ്രൂഡർ, അതായത് പ്രപ്പോസിഷണലസ് ഒബ്ജക്റ്റ്. അതായത് ഫ്യോർ മൈനൻ ബ്രൂഡർ, ഫോർ മൈ ബ്രദർ. ആ റിലേഷൻ കാണിക്കുന്നത് എന്താണ്, പ്രപ്പോസിഷൻ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, മൈൻ ബ്രൂഡർ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അക്യുസാറ്റീവ് പ്രപ്പോസിഷനൻ നോക്കാം. അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ് ഇൻ ജർമ്മൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദുർഷ്, ത്രൂ ഓർഡർ ബൈ. അതായത് അതിലൂടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിനുള്ള ഒരു എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് വി ആർ ലൗഫൻ ദുർഷ് ദെൻ വാൾഡ്, അതായത് വി വാക്ക് ത്രൂ ദ ഫോറസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഓനെ, മീൻസ് വിത്തൗട്ട്. നെക്സ്റ്റ് ഗേഗൻ, against, fear, for, at order around, bis, until, entlang, along. എന്താണ് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻ? ഓരോ പ്രപ്പോസിഷനും ഉപയോഗിച്ചുള്ള എക്സാമ്പിൾ സെൻറ്റൻസസും കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂടെ തന്നെ അതും കണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് മിറ്റ് സൈറ്റ് ആൻഡ് ഗാബൻ, അതായത് വിത്ത് ടൈം എക്സ്പ്രഷൻസ്. നമ്മൾ അക്യുസാറ്റീവ് കേസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ ആണ് ഇത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എപ്പോഴെങ്കിലും സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡ്യൂറേഷൻ ഓർ സ്പെസിഫിക് പോയിന്റ്സ് ഓഫ് ടൈം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ്, അക്യുസാറ്റീവ് കേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ് ഏഡൻ ടാഗ് ഗേ ഇഷ് ജോഗൻ, എവറി ഡേ ഐ ഗോ ജോഗിങ്. ഇതിലെ ഏഡൻ ടാഗ് ആണ് ടൈം എക്സ്പ്രഷൻ, അതായത് അക്യുസാറ്റീവ് കേസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്തായിരിക്കും, വാൻ ആയിരിക്കും, വെൻ. അതായത് വാൻ ഗേസ് ടു ഡു ജോഗൻ മീൻസ് വെൻ ഡു യു ഗോ ജോഗിങ്. സമയബന്ധിതമായ സെൻറ്റൻസുകളിൽ വാൻ എന്ന ക്വസ്റ്റ്യൻ വേർഡിന് വരുന്ന ആൻസർ മിക്കപ്പോഴും എന്തായിരിക്കും, അക്യുസാറ്റീവ് കേസ് ആയിരിക്കും.
ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സമയബന്ധിതമായിട്ടുള്ള കുറച്ചധികം എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏഡൻ ടാഗ് എവറി ഡേ, ഏഡൻ മോർഗൻ എവറി മോർണിംഗ്, ലെറ്റ്സ്റ്റൺ സമ്മർ ലാസ്റ്റ് സമ്മർ, ദീസൺ വിന്റർ ദിസ് വിന്റർ, ദെൻ ഗാൻസൺ ആബൻഡ് ദ വോൾ ഈവനിങ്. ഇങ്ങനെയുള്ള സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താണ് അക്യുസാറ്റീവ് കേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെർബ് ആൻഡ് മീറ്റ് അക്യുസാറ്റീവ്. വെർബ്സ് വിത്ത് അക്യുസാറ്റീവ് കേസ്. എന്താണ്? അക്യുസാറ്റീവ് വെർബ്സ് ഉപയോഗിക്കുന്ന എല്ലാ സെന്റൻസും അക്യുസാറ്റീവ് കേസിൽ പെടുന്നവയായിരിക്കും. ഇതിനുള്ള ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇഷ് മ്യോസ്റ്റേ ഐനെ കോള, ഐ വുഡ് ലൈക്ക് എ കോള. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഐനെ കോള ആണ് ഇവിടെ അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് കാണിക്കുന്ന വെർബ് എന്താണ്? മ്യോസ്റ്റൻ. മ്യോസ്റ്റൻ ആണ് ഇവിടെ അക്യുസാറ്റീവ് വെർബ് ആയിട്ട് വന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇഷ് ഹാവ് എ ഐനൻ ഹൂണ്ട്, ഐ ഹാവ് എ ഡോഗ്. ഇവിടെ ഐനൻ ഹൂണ്ട് ആണ് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് അക്യുസാറ്റീവ് വെർബ് ആണ് ഹാബൻ. Okay, the next example sentence is Ish name eine pizza, I will take a pizza. ഈ സെന്റൻസിൽ ഐനെ പിസ്സ ആണ് എന്ത് അക്യുസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദ വെർബ് നെയിം ആൻഡ് ടേക്സ് ദ അക്യുസാറ്റീവ് ഒബ്ജക്റ്റ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അന്തേരെ വെർബ് ആൻഡ് മീറ്റ് അക്യുസാറ്റീവ്, അതർ വെർബ്സ് വിത്ത് അക്യുസാറ്റീവ് കേസ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ സൂഹൻ, ബസൂഹൻ, ഫിൻഡൻ, ബെസ്റ്റെല്ലൻ, കൗഫൻ, ട്രിങ്കൻ, ലേസൻ, എസ്സൻ. ഇവയൊക്കെ അക്യുസാറ്റീവ് വെർബുകളാണ്. അക്യുസാറ്റീവ് വെർബുകളും അക്യുസാറ്റീവ് വെർബുകൾ ഉപയോഗിച്ചുള്ള എക്സാമ്പിൾ സെന്റൻസസും അടങ്ങിയ വീഡിയോ ഈ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സമയം മെനക്കെടുത്താതെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ ഇൻ അക്യുസാറ്റീവ്. അക്യുസാറ്റീവ് കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോമിനാറ്റീവ് കേസിലെ ആർട്ടിക്കിൾ പഠിച്ചിരുന്നല്ലോ. അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ മസ്കുലിൻ കേസാണ്. അതായത് ബെസ്റ്റിംഡർ, ഉൺബെസ്റ്റിംഡർ, നെഗാക്സിയോൺ ആർട്ടിക്കിൾസിൽ ഇതിൻ്റെ മസ്കുലിൻ ഫോമിൽ മാത്രമാണ് എന്ത് മാറ്റമായിട്ട് ഉള്ളത്. ബെസ്റ്റിംഡർ ആർട്ടിക്കിളിൻ്റെ മസ്കുലിൻ ഫോമായ ദർ ചേഞ്ചസ് ടു ദെയിൻ. ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിളിൻ്റെ മസ്കുലിൻ ഫോം ചേഞ്ചസ് ഫ്രം ഐൻ ടു ഐനൻ. ദ നെക്സ്റ്റ് വൺ നെഗാക്സിയോൺ ആർട്ടിക്കിളിൻ്റെ മസ്കുലിൻ ഫോമായ കൈൻ ചേഞ്ചസ് ടു കൈനൻ. ഈ ആർട്ടിക്കിൾസിൻ്റെ മസ്കുലിൻ ഒഴികെയുള്ള ഫോം, അതായത് ഫെമിനിൻ, നോയിട്രാൽ, പ്ലൂറാൽ ഫോമുകളൊക്കെ എന്താണ് നോമിനാറ്റീവ് പോലെ തന്നെ സെയിം ആയിരിക്കും, ഒരു മാറ്റവും ഇല്ല. The next topic is possessive pronomen in accusative. അക്യുസാറ്റീവ് കേസിലെ പൊസസീവ് പ്രൊനോമൺ ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതും കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മസ്കുലിൻ ഫോമിൽ മാത്രമാണ് മാറ്റമായിട്ട് ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമണിന്റെ മസ്കുലിൻ പൊസസീവ് പ്രൊനോമണായ മൈൻ ചേഞ്ചസ് ടു മൈനൻ, ഫോർ ദു ഡൈൻ ചേഞ്ചസ് ടു ഡൈനൻ, for er sign changes to signen, c ear changes to earen, s sign changes to signen, wear unser changes to unseren, ear oir changes to oiren, c ear changes to earen, c formal ear changes to earen. പൊസസീവ് പ്രൊനോമൻസ് ഇൻ അക്യുസാറ്റീവ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും അടങ്ങിയ വീഡിയോയും നമ്മൾ ഈ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഈ കൂടെ തന്നെ എല്ലാവരും ഒന്ന് കണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പേഴ്സണൽ പ്രൊനോമൻ ഇൻ അക്യുസാറ്റീവ്. കമ്പയറിംഗ് ടു നോമിനാറ്റീവ് കേസ് പേഴ്സണൽ പ്രൊനോമൻസ്, അക്യുസാറ്റീവ് കേസിലെ ഏതാണ്ട് എല്ലാ പേഴ്സണൽ പ്രൊനോമൻസിനും മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇഷ് ചേഞ്ചസ് ടു മിഷ്, do changes to dish, er changes to in, c is same like nominative case c. The next one s is also same like nominative case s. The next wear changes to uns, ear changes to oish, c plural form is also same c. The next one c formal form is also same c.
അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻസും അതിൻ്റെ യൂസേജും മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോയും നമ്മൾ ഈ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അക്യുസാറ്റീവ് കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും എക്സാമ്പിൾ സെൻറ്റൻസസ് കൂടി ഉപയോഗിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടി വേണ്ടിയാണ് ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്സ് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്താൽ അത് നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി സമയദൈർഘ്യവുമാവും, കാണുന്നവർക്കെല്ലാം ചെറുതായിട്ട് ബോറടിക്കുകയും ചെയ്യും, അല്ലേ? എല്ലാവർക്കും അക്യുസാറ്റീവ് കേസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thanks for watching the video. If you like the video, don't forget to like and subscribe. Okay, cheers.